റിയൽ ഇൻഫോബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ ഇൻഫോർമേറ്റീവായ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതുകൊണ്ട് തന്നെ അത് അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് തന്നെ എത്തിക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അർഹതപ്പെട്ടവരെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും മറ്റുള്ളവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുമായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മുമ്പ് പെൻഷൻ മസ്റ്ററിങ്ങും വരുമാന രേഖയുമാണ് ഇതിൻ്റെ മാനദണ്ഡമായി പറഞ്ഞിരുന്നത്. വരുമാന രേഖ എന്നത് വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവരും ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരുന്നു. കൂടെ മസ്റ്ററിങ്ങും നിലവിലുണ്ടായിരുന്നു. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ ഗുണഭോക്താവിൻ്റെ കൈകളിലേക്ക് തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്ന ഒരു സാങ്കേതിക പ്രക്രിയയാണ് മസ്റ്ററിങ്. എന്നാൽ ഇപ്പോൾ ഈ 2 മാനദണ്ഡങ്ങൾ കൂടാതെ വേറെയും മാനദണ്ഡങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. ഗുണഭോക്താവിൻ്റെ വീട്ടിൽ AC ഉണ്ടെങ്കിലും അതുപോലെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിലും അത്തരം ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതാണ്. അതുപോലെ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ 4 ചക്ര വാഹനമുണ്ടെങ്കിലും പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകും. ഇതുകൂടാതെ സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നും മറ്റൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ പെൻഷൻ വാങ്ങിക്കാൻ അർഹതയുള്ള ആളാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി ഭൗതിക സാഹചര്യം പരിശോധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം പുതിയൊരു പെൻഷൻ ലിസ്റ്റ് നിലവിൽ വരുന്നതാണ്. അതിനുശേഷം വരുന്ന ഗഡുക്കൾ ഈ പുതിയ ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ഒരു പരിശോധന കർക്കശമായി സർക്കാർ നടപ്പിലാക്കുകയാണെങ്കിൽ ധാരാളം പേർ പുറത്തു പോവുകയും അർഹതപ്പെട്ട ധാരാളം കുടുംബങ്ങൾക്ക് പെൻഷൻ ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്യാനാവുന്നതാണ്. അടുത്തതായി നമുക്കറിയാം, വാർഷിക മസ്റ്ററിങ്ങിൻ്റെ സമയമാണിത്. ആദ്യം പറഞ്ഞിരുന്ന അവസാന തീയതി ഓഗസ്റ്റ് 24 ആയിരുന്നു. എന്നാൽ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. മസ്റ്ററിങ് ചെയ്യാത്തവർ ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.